ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ തന്നെ എങ്ങനെ ശുദ്ധമായ വെണ്ണയും നെയ്യും തയ്യാറാക്കിയെടുക്കാം എന്നാണ് കാണിച്ചു തരുന്നത്. പാല് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന പാൽപ്പാട ഉപയോഗിച്ചാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് വീടുകളിൽ നിന്ന് കിട്ടുന്ന പാലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഈ മുകളിൽ വരുന്ന പതയാണ് പാടയായിട്ട് ഫോം ചെയ്യുന്നത്. ഒന്നുകിൽ ഈ പാല് തണുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന പാട നമുക്ക് ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പാട ഫോം ചെയ്തു വരും. ഇത് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മുഴുവൻ പാടയും ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാ ദിവസവും കിട്ടുന്ന പാട ഈ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുക. അങ്ങനെ 1 മാസം കൊണ്ട് എനിക്ക് കിട്ടിയ പാടയാണിത്. ഇനി ഈ വെണ്ണ തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. തണുപ്പ് മാറിയ ശേഷമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്തും അല്ലാതെയും നമുക്ക് വെണ്ണയും നെയ്യും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ തൈര് ചേർത്തെടുക്കുന്ന നെയ്ക്കായിരിക്കും അല്പം കൂടി ഫ്ലേവർ കൂടുതൽ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെക്കുക. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്തെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. കൂടുതൽ അളവുള്ളതുകൊണ്ട് ഞാൻ 2 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. മിക്സിയുടെ പകുതി വരെ ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ഒരു 3/4 ഭാഗത്തോളം വെള്ളം കൂടി വരുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് അടിക്കുവാണെങ്കിൽ നമ്മൾ സാധാ വെള്ളം ഒഴിച്ചാലും അടിച്ചെടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളമോ ഐസ് കെട്ടോ ചേർത്ത് വേണം അടിച്ചെടുക്കാൻ. ഇപ്പം ഞാൻ ഒരു തവണ അടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് എടുത്തതാണിത്. ഒരു 2-2.5 മിനിറ്റ് അടിച്ച് കഴിയുമ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി ഇത് വെള്ളം നിറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ 2 ബാച്ചും അടിച്ചെടുത്തിരുന്നു. 2 ബാച്ചും കൂടിയാണ് ഈ കാണുന്നത്. വെണ്ണ എടുത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ പാലിൻ്റെ അംശമുള്ള ഈ വെള്ളം പ്രത്യേകിച്ച് ഒന്നിനും ഉപയോഗിക്കാറില്ല. കാരണം മോര് പോലെയോ ഒന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. 2-3 തവണ വാഷ് ചെയ്തെടുത്ത് ഇതിൻ്റെ പാലിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർ അല്ലെങ്കിൽ വെണ്ണ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ ബട്ടറായിട്ട് തന്നെ വെക്കുകയാണ്. ബാക്കി ഞാൻ ഉരുക്കാനായിട്ട് എടുക്കുകയാണ്. ബട്ടറിനായിട്ടാണ് മാറ്റുന്നത്. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് മൊത്തം ഇങ്ങ് ഊറി വരും. അങ്ങനെ വെള്ളം മുഴുവൻ മാറ്റിയെടുത്ത ബട്ടറാണിത്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിക്കുക. ഇനി ബാക്കിയിരിക്കുന്ന വെണ്ണ വെച്ച് നെയ്യ് തയ്യാറാക്കിയെടുക്കാം. വെണ്ണ ഉരുക്കുവാനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി പാത്രം വെച്ച് കൊടുക്കാം. ഇപ്പോൾ തീ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെണ്ണ അല്പം ഒന്ന് ഉരുകി തുടങ്ങുമ്പോഴേക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കും. അങ്ങനെ സാവധാനമാണ് നെയ്യ് ഉരുക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു വെള്ള കളറിൽ പത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇത് തവി വെച്ചോ സ്പൂൺ വെച്ചോ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തൊരു വെള്ള കളറിൽ കാണുന്നത് പാലിൻ്റെ അംശമാണ്. അതൊന്ന് സെപ്പറേറ്റ് ആയി വരണം. അപ്പോൾ ഇതിങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് ആയിക്കോളും. കണ്ടോ, പതയുടെ ആ ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒന്ന് ഉരുകി വരുന്നുണ്ടത്. പതയുടെ ടെക്സ്ചർ നോക്കിയിട്ടാണ് നമ്മളിത് ഉരുകിയൊന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ പതയായിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചൊന്ന് നോക്കിയാൽ കാണാം ഇതിനടിയിലുള്ള ആ കരടൊക്കെ ഒരു ലൈറ്റ് ബ്രൗണിലേക്ക് മാറിയേക്കുന്നത്. അങ്ങനെ വെള്ള കളറില്ലാതെ മൊത്തം ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തീ നിർത്താം. അപ്പോൾ ഇതിനകത്ത് ഒട്ടും തന്നെ ഇനിയും വെള്ള കരടൊന്നും ഇല്ല. അതുകൊണ്ട് തീ നിർത്തുകയാണ്. അപ്പോൾ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ നെയ്യുടെ കളർ മാറിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫാക്കുക. നെയ്യ് ഒന്ന് ആറിക്കഴിയുമ്പോഴേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരരിപ്പയിൽ കൂടെ അരിച്ചൊഴിക്കാം. ഈ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നെയ്യ് അരിച്ച് കിട്ടിയ കരടാണിത്. ഇതുകൊണ്ട് പ്രത്യേക ഉപയോഗമൊന്നുമില്ല. ഇത് കളഞ്ഞാൽ മതി. ഇത്രയും നെയ്യാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പകുതി നമ്മൾ വെണ്ണയാക്കി, ബാക്കി നെയ്യ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി വന്നത്. അപ്പം ഇനി ഇത് തണുത്തിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കുറുകിയ നല്ല ശുദ്ധമായ നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാൽപ്പട കളയാതെ ഈ രീതിയിലൊന്ന് നെയ്യ് ഉണ്ടാക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യുക. താങ്ക്